ജേക്കബ് കെ ഫിലിപ്പ്, മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജേക്കബ് കെ ഫിലിപ്പ്, രാജ്യം തന്നെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു നിമിഷമാണ്. 110 മരണം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ മരണസംഖ്യയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരം. ഈ വിമാനമാണെങ്കിൽ അവിടെ നിന്ന് പറന്നുയർന്ന നിമിഷങ്ങൾക്കകമാണ് അപകടത്തിൽപ്പെടുന്നത്. താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്, ജേക്കബ് കെ ഫിലിപ്പ്? ഈ സാധാരണ വിമാനം പിന്നെ അപകടം ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രണ്ട് ഘട്ടങ്ങളിലൊന്ന് ലാൻഡിങ്ങും മറ്റേ ടേക്ക് ഓഫുമാണ്. അതെ, ലാൻഡിങ് ടേക്ക് ഓഫുമാണ്. അപ്പോൾ സ്വാഭാവികം ഏറ്റവും കൂടുതൽ വിമാനം അവിടെ ഉണ്ടായിട്ടുള്ളത് ടേക്ക് ഓഫിന് ലാൻഡിങ്ങിന് ഇടയ്ക്കാണ്. ഏറ്റവും ക്രൂഷ്യലായ ഒരു ഘട്ടമാണ് അത് കാര്യം വിമാനം. അപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു അപകടം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ പൊതുവായിട്ട് പറയാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ വിമാനത്തിന് എഞ്ചിൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാവണം. നമുക്കറിയാവുന്നത് എഞ്ചിൻ ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കേണ്ടതും എല്ലാ ശക്തിയും എടുത്ത് പ്രവർത്തിക്കുന്നതും ഈ ടേക്ക് ഓഫ് സമയത്താണ്. ആ സമയത്ത് എഞ്ചിൻ എന്ത് തകരാറുണ്ടായാലും ടേക്ക് ഓഫിനെ ബാധിക്കും. അപ്പോൾ അതാണ് ഒരു സാധ്യത. പിന്നെ പൈലറ്റിന്റെ എന്തെങ്കിലും തെറ്റാവാം. അതേപോലെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സർഫസുകളും ഈ കൺട്രോളുകൾ ഒരുപാട് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. വിമാനത്തിന്റെ ചെറിയ ഫ്ലാപ്പുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അത് ഏതെങ്കിലും കാര്യത്തിൽ ചെയ്യാനുള്ള പിഴവാകാം ഒന്ന്. അപ്പോൾ എഞ്ചിന് തകരാറില്ലെങ്കിൽ പോലും പൈലറ്റിന് തെറ്റുപറ്റിയാൽ ഇത് പ്രശ്നം ഉണ്ടാകുക. പിന്നെ വെയിറ്റ് ആൻഡ് ബാലൻസ് ആണ്. അതായത് നമ്മൾ വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ വിമാനത്തിന്റെ ഈ അകത്തുള്ള വെയിറ്റുകൾ വിമാനത്തിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യത്തക്ക വണ്ണം കൃത്യമായിട്ടല്ല അറേഞ്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ, അതായത് വിമാനത്തിൽ ഭാരമുണ്ട്. ഈ കാർഗോയെ യാത്രക്കാരുടെ സീറ്റുകളുടെ വിന്യാസത്തിൽ യാത്രക്കാരിരിക്കുന്ന രീതി അതൊക്കെ മാറിപ്പോയാൽ വിമാനത്തിന്റെ വെയിറ്റും ബാലൻസിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി മാറിയിട്ട് വേണമെങ്കിൽ വീട് താഴെ പോകാം. അതൊരു സാധ്യത. പിന്നെ ബേർഡ് സ്ട്രൈക്കാണ് മെയിൻലി. വിമാനം പൊങ്ങുമ്പോൾ ഏതെങ്കിലും പക്ഷികൾ ഇടിച്ചിട്ട് എഞ്ചിൻ പ്രവർത്തിക്കാതായാലും ഇങ്ങനെ തന്നെ ഉണ്ടാവാം. പക്ഷെ അവിടെ പക്ഷി ഇടിച്ചായിട്ട് അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊന്നുമില്ല. അതെ, ശരിയാണ്. കൃത്യം പറന്നുയർന്ന് ഒരു 2 മിനിറ്റിൽ താഴെ സമയത്തിനകം തന്നെ ATCയിൽ ഇതിൻ്റെ അപായ സൂചന ലഭിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് മറുപടിയൊന്നും കിട്ടുന്നില്ല. സാങ്കേതിക തകരാറാണോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. അതിലൊരു വിശദമായ അന്വേഷണം നടക്കണം. ഈ വിമാനവുമായി ബന്ധപ്പെട്ട് കൂടുതലായി പുറത്തു വന്ന വിവരങ്ങൾ അത് 6 മാസം മുമ്പ് അതിനൊരു സാങ്കേതിക തകരാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ ഒരുപക്ഷെ പരിഹരിച്ചതിന് ശേഷമായിരിക്കാം പിന്നീട് മുന്നോട്ട് പോയത്. ഇത് 11 വർഷം പഴക്കമുള്ളതാണ് വിമാനം എന്നും പറയുന്നു ജേക്കബ് കെ ഫിലിപ്പ്. അതെ, 11 വർഷം പഴക്കമുള്ള 2014 വാങ്ങിയ വിമാനമാണ്. 11 വർഷം പഴക്കമുള്ള. മാത്രം വളരെ താരതമ്യേന അപകടം കുറച്ചുണ്ടായിട്ടുള്ള വിമാനമാണ് ഈ ഡ്രീം ലൈനർ എന്ന് പറയുന്നത്. അതിന് അപകടത്തിന്റെ ഹിസ്റ്ററി ഒന്നും ഇല്ല. പിന്നെ 6 മാസം മുമ്പുണ്ടായ അപകടം എന്ന് പറയുന്നൊരു കാര്യമേ അല്ല. നമുക്കറിയിച്ചു എന്താണെങ്കിലും 6 മാസം മുമ്പ് ഒരു തകരാറുണ്ടായി എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഇങ്ങനെ പ്രശ്നം ഒരിക്കലും ഉണ്ടാവണമെന്നില്ല. പിന്നെ ഇതിന്റെ ഒരു കാര്യം, ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ വിമാനം വീടിന് തൊട്ട് മുമ്പുള്ള വീഡിയോ, അതിനകത്ത് എൻ്റെ ലാൻഡിംഗ് ഗിയർ ഉണ്ടല്ലോ, വീലുകൾ താഴ്ന്നു തന്നെയാണ് ഇരിക്കുന്നത്. വിമാനം വീഴുന്ന സമയത്ത് ഏകദേശം നിലത്തുനിന്ന് 600-700 അടി പൊക്കത്തിലായിരുന്നു വിമാനം. ഈ 625 അടി. അതെ, അപ്പൊ ഇപ്പൊ ഒരു 500 അടിക്ക് മുമ്പ് തന്നെ സാധാരണഗതിയിൽ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ അത് മുകളിലേക്ക് ഉയർത്തേണ്ടതാണ്. അതായത് ഈ വീലുകൾ അകത്തേക്ക് വലിച്ചെടുക്കേണ്ടതാണ്. ഇതങ്ങനെ എടുത്തിട്ടില്ലാത്തതിന്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത്, നേരത്തെ ഇവർക്ക് കുഴപ്പമുണ്ടായി എന്ന് മനസ്സിലായിട്ട് വീണ്ടും ഒന്ന് കറങ്ങി തിരിച്ച് വീണ്ടും ലാൻഡ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടാവാം ഒന്ന്. അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നം ലാൻഡിംഗ് ഗിയർ തന്നെ ആയിരിക്കാം. ലാൻഡിംഗ് ഗിയർ എന്ന് പറയുമ്പോൾ ലാൻഡിംഗ് ഗിയർ വർക്ക് ചെയ്യുന്നതിന്റെ ഹൈഡ്രോളിക് ഫ്യൂവലുണ്ട്, ഓയിലുണ്ട്. ഈ ഹൈഡ്രോളിക് ഓയിൽ കൊണ്ട് തന്നെയാണ് വിമാനത്തിന്റെ എല്ലാ സർഫസുകളും മൂവ് ചെയ്യിക്കുന്നത്. അതായത് എല്ലാ കൺട്രോളുകളും മൂവ് ചെയ്യിക്കുന്നത് ഹൈഡ്രോളിക് ഇന്ധന ഓയിൽ കൊണ്ട് തന്നെയാണ്. അപ്പൊ ഹൈഡ്രോളിക് സിസ്റ്റത്തിന് കുഴപ്പമുണ്ടെങ്കിൽ ലാൻഡിംഗ് ഗിയർ അനക്കാൻ പറ്റില്ല. അപ്പോൾ വിമാനത്തിന്റെ ടേക്ക് ഓഫ് ചെയ്ത വിമാനത്തിന്റെ ഈ ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഫ്ലാപ്പുകളൊക്കെ അനക്കാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടോയെന്നൊക്കെ അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണോ ലാൻഡിംഗ് ഗിയർ ഉയർത്താൻ കഴിയാതായതെന്ന് അറിഞ്ഞുകൂടാ. അതല്ലെങ്കിൽ വിമാനം സ്വാഭാവികമായിട്ട് വീണ്ടും ലാൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് വീണ്ടും താഴേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടാവണം ലാൻഡിംഗ് ഗിയർ ഉയർത്തായിരുന്നത്. സാർ, അവിടെ ഒരു സംശയമുള്ളത് സാർ, അതായത് ഈ പറയുന്ന പോലെ ലാൻഡിംഗ് ഗിയർ താഴെയാണെന്ന് നമുക്ക് ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണാം, സാർ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഏറ്റവും ഒടുവിൽ ആ ഒരു വീഡിയോ അനാലിസിസ് നോക്കുന്ന സമയത്ത് ഒരു സമയത്ത് വീണ്ടും, അതായത് താഴേക്ക് ഒരു കണ്ടിന്യൂസ് ഡിസെന്റ് നമുക്ക് കാണാം. പിന്നീട് വളരെ താഴെ എത്തി വീണ്ടും മുകളിലോട്ട് പൊക്കാനുള്ളൊരു ശ്രമം ഒരു പക്ഷേ ക്യാപ്റ്റൻ നടത്തിയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് വീണ്ടും അല്ലേ, ആ സമയത്താണ് മുൻഭാഗം ഒന്നും ഉയർന്നിട്ടാണ് താഴേക്ക് പതിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, മുൻഭാഗം മുകളിലേക്ക് ഉയർന്നിട്ട് പിന്നെ അത് നേരെ സ്റ്റഡിയായിട്ട് നേരെ താഴോട്ട് വീഴുകയാണ്. അതായത് പിന്നെ വീഴുന്ന കല്ലിട്ട് വരെ താഴോട്ട് വീഴുകയാണ്. ശരിയാണ്. അതിൽ ഇതിന്റെ ഈ ക്യാപ്റ്റൻ എനിക്ക് തോന്നുന്നു 8200 മണിക്കൂർ ഫ്ലൈറ്റ് ഒക്കെ പറത്തിയ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പൈലറ്റ് ആണ്.
ഈ അതെ. ഫസ്റ്റ് ഓഫീസറും ഏതാണ്ട് പരിചയസമ്പന്നം തന്നെയാണ്. അപ്പോൾ അവർ ലാസ്റ്റ് മേഡേ വന്ന ശേഷം പിന്നീട് മറ്റ് കോൺടാക്റ്റുകൾ മറ്റ് കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല എന്ന് കൂടി ഇപ്പോൾ മറ്റു പുറത്തു വരുന്നു വിവരങ്ങൾ. അതിന് മെയിൻലി കാരണം അവർക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് അവർ വളരെ വളരെ ഫ്രാൻറ്റിക്കായിട്ട് വിമാനം കൺട്രോൾ ചെയ്യാനുള്ള ശ്രമത്തിലായിരിക്കും അവരെ. വീണ്ടും മറുപടി പറയാനോ വീണ്ടും മെസ്സേജ് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് വിമാനം കൺട്രോൾ ചെയ്യാന്നുള്ളതല്ലേ. അപ്പൊ പിന്നെ ഒരു മെയ്ഡേ പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നിനും സമയം കിട്ടിയിട്ടുണ്ടാവില്ല വീണ്ടും. സാർ, ഇത് സാങ്കേതിക പിഴവാണ് എന്ന് നമ്മൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ഈ വീഡിയോ വളരെ സൂം ചെയ്ത് കാണുമ്പോൾ അത് ആ ലാൻഡിംഗ് ഗിയർ കാണാം. ആ സമയത്ത് ടേക്ക് ഓഫ് ചെയ്ത് പോകുന്ന ഒരു ഫ്ലൈറ്റിന് ഈ രീതിയിൽ ആ സമയത്ത് ലാൻഡിംഗ് ഗിയർ ഇങ്ങനെ കാണാൻ കഴിയുമോ? ഇല്ല, അവൻ പറഞ്ഞ സാറിന് ഒരു 500 അടി എത്തുന്നതിന് മുമ്പ് തന്നെ ലാൻഡിംഗ് ഗിയർ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് കഴിയേണ്ടതാണ്. അതുകൊണ്ട് ഇവർ വീണ്ടും ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം ഒന്ന്, അല്ലെങ്കിൽ ലാൻഡിംഗ് ഗിയറിന് തന്നെ പ്രശ്നം ഉണ്ടായിരുന്നിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ലാൻഡിംഗ് ഗിയർ താഴ്ന്നിരിക്കുന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ലാൻഡിംഗ് ഗിയർ മുകളിലേക്ക് വലിച്ചെടുത്തിട്ടില്ല എന്നുള്ള കാര്യം അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ സർ, ഈ ടേക്ക് ഓഫിന് മുമ്പ് ഇത്തരം കാര്യങ്ങളുടെ ഒരു പരിശോധന ഉണ്ടാകാറുണ്ടോ? അല്ല, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ടേക്ക് ഓഫ് ഈ ഘട്ടം വരെ എത്തിയതിനു ശേഷം സ്വാഭാവികമായിട്ടും അവർക്ക് അല്ല സാർ, എന്റെ സംശയമല്ല. ടേക്ക് ഓഫിന് മുമ്പ് ഇത്തരം ഈ ടെസ്റ്റുകളൊക്കെ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ പരിശോധന നടത്തുന്ന സമയത്ത് ഇങ്ങനെ ലാൻഡിംഗ് ഗിയറിന്റെ പ്രശ്നങ്ങളൊക്കെ അത് ബോധ്യപ്പെടേണ്ടതല്ലേ ഉണ്ടെങ്കിൽ ടേക്ക് ഓഫിന് മുൻപ്? അതെ. സാറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അന്നേരം ഈ കോപ്പിൽ ഈ ഇൻഡിക്കേറ്റർ ഈ കുഴപ്പം ഡെവലപ്പ് ചെയ്യണമെന്നില്ല. നമ്മൾ റൺവേക്ക് ഓടിയിട്ട് മുകളിൽ കുറച്ച് എത്തിക്കഴിയുമ്പോൾ ലാൻഡിംഗ് ഗിയർ മുകളിലേക്ക് കയറാൻ വയ്യാത്തൊരു അവസ്ഥ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അവർ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഉള്ള പരിശോധന ഇത് കാണണമെന്നില്ല. ശരിയാണ് സാർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പരിചയസമ്പന്നത കൊണ്ടാണ് പിന്നീട് താഴേക്ക് പോകുന്ന സമയത്തും ഒരിക്കൽ കൂടി ഒന്ന് മുകളിലേക്കോട്ട് ഉയർത്താൻ ഒരു പക്ഷേ ആ പൈലറ്റ് ശ്രമിച്ചിട്ടുണ്ടാവുക അല്ലേ? ഈ മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുന്ന പറയുന്നത് പലപ്പോഴും അത് ചില വലിയൊരു സൈക്കോളജിക്കൽ കാര്യം ഉണ്ടായിരുന്നു. വിമാനം വീഴാൻ പോകണമെന്ന് തോന്നലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ടെൻഡൻസി മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുകയാണ് വിമാനം ചെയ്യുന്നത്. അത് മൂക്ക് മുകളിലേക്ക് പൊങ്ങും. അതെ, വിമാനം വീഴാൻ പോകുന്ന ക്രാഷ് ചെയ്യാൻ പോകുന്ന തോന്നുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന ഒരു ഇമ്പൾസ് എന്ന് പറഞ്ഞ വിമാനം മുകളിലേക്ക് ഉയർത്താനാണ് നോക്കുക. പക്ഷെ അത് പലപ്പോഴും അപകടമാകുകയും ചെയ്യും. വിമാനത്തിന്റെ മൂക്ക് ഒരു പരിധി കൂടുതൽ മുകളിലേക്ക് പൊങ്ങിയാൽ വിമാനത്തില് മുകളിലേക്ക് തള്ളുന്ന വായുവിന്റെ ലിഫ്റ്റ് ഇല്ലേ, ആ ലിഫ്റ്റ് പെട്ടെന്ന് ഒരുപാട് കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഈ സ്റ്റോൾ എന്ന് പറയുന്നത്. അപ്പൊ മുകളിലേക്ക് ഉയർത്തിയ ആംഗിൾസ് ഒക്കെ കൂടിപ്പോയാൽ വിമാനം കല്ലിട്ട പോലെ താഴോട്ട് വീഴാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതാണോ സംഭവിച്ചെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അത്ര ഈ ആംഗിൾ അല്ല. പക്ഷെ ആ മൂക്ക് പൊങ്ങിയിരിക്കുന്ന മുകളിലേക്ക് ചെറിയൊരു പൊങ്ങുന്നതായിട്ടേ കാണുന്നുള്ളൂ. അതിനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഈ ടേക്ക് ഓഫിന് ശേഷം ഏതാണ്ട് എത്ര ഉയരത്തിൽ നിന്നാണ് ശരിക്കും ഈ ലാൻഡിംഗ് ഗിയർ മടങ്ങി പോവുക? സാധാരണ നോർമൽ ഫ്ലൈറ്റ് ഓഫിലാണ്, നോർമൽ ടേക്ക് ഓഫ് ആണെങ്കിൽ? അതെ 500 അടി എത്തുന്നതിന് മുമ്പ് തന്നെ അവർ ലാൻഡിംഗ് ഗിയർ റിട്രാക്ട് ചെയ്ത് കഴിയും. 500 അടിക്ക് മുമ്പ് തന്നെ. ഒരു 200 അടിക്ക് 500 അടിക്ക് 200-നും 500 അടിക്ക് ഇടയ്ക്ക് മിക്കവാറും മുകളിലേക്ക് എടുക്കും. 600 അടിക്ക് ആകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ലാൻഡിംഗ് ഗിയർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവേണ്ടതാണ് ഉള്ളിലേക്ക്. മുൻപ് പല വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഈ ലാൻഡിംഗ് ഗിയർ താഴ്ന്നിട്ട് തന്നെ ഇതുപോലെ ഫ്ലൈറ്റുകളെ ഇറക്കിയ സംഭവങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്തൊക്കെ കണ്ടു. അങ്ങനെ അതും സാധ്യമാണോ സർ? ഉറപ്പായിട്ട് കാര്യമില്ല. കാര്യം ലാൻഡിംഗ് ഗിയർ താഴേക്ക് മുകളിലേക്ക് എടുക്കാൻ വയ്യാതിരിക്കുന്നതും സ്റ്റക്ക് ആകുന്നതും ഇനി ഇറ്റ്സെൽഫ് അതൊരു അപകടം ഉണ്ടായാൽ മതിയായ കാരണമല്ല. പക്ഷേ അത് വേറെ ഒരുപാട് കാരണങ്ങളുടെ സൂചനയാവാന്നുള്ളതേ ഉള്ളൂ. വലിയൊരു പ്രശ്നത്തിന്റെ ഒരു എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നന്ദി സർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.